ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യുകാറ്റിലൂടെയാണ്. യുവജന മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം, യൂത്ത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്. ഇതാണ് യുകാറ്റിൻ്റെ ഫുൾ ഫോം. എനിവേ, നാം കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഓരോ ചോദ്യങ്ങൾ, 13 ചോദ്യങ്ങളിൽ നാം എത്തി നിൽക്കുകയാണ്. ഇത് പെട്ടെന്നാണ് 13 ദിവസങ്ങൾ മാറിയതല്ലേ? അതിൽ കൂടുതൽ ദിവസങ്ങളായി. പക്ഷേ നാം 13ാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും കണ്ടു. അതിൽ അവസാനത്തെ ചോദ്യം, 13ാമത്തെ ചോദ്യം ഇതായിരുന്നു: വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സഭയ്ക്ക് തെറ്റുപറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഈ പുസ്തകം എത്തിച്ചേർന്നിട്ടുണ്ട്, നിങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വായിക്കണം, അത് പഠിക്കണം. അപ്പോൾ 13ാമത്തെ ചോദ്യം ഇതായിരുന്നു: വിശ്വാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സഭയ്ക്ക് തെറ്റുപറ്റുമോ? ക്യാൻ ദ ചർച്ച് എർ ഇൻ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഫെയ്ത്ത്? പ്രിയപ്പെട്ടവരെ, സഭയ്ക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. കാരണം അവൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്ക്, സഭയുടെ പ്രബോധനങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല, തെറ്റുപറ്റുകയുമില്ല. അത് സത്യം തന്നെയായ ഒരു കാര്യമാണ്. ഇൻഡിവിജ്വലി ആർക്ക് തെറ്റുപറ്റും, സഭയ്ക്കുള്ളിലെ ഇൻഡിവിജ്വലി ആർക്ക് തെറ്റുപറ്റിയാലും സഭയെന്ന നിലയിൽ അവളുടെ പ്രബോധനങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇന്ന് നാം ചോദിക്കുന്ന ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. പറയുന്നത് ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ കണ്ടൊരു വചനം, മർക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായം 24ാം വാക്യത്തിൽ പറയുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത്. സത്യം അത് തന്നെയാണ്. കാരണം വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്. പരിശുദ്ധാത്മാവിനാൽ നിവേശനപ്പെട്ട അല്ലെങ്കിൽ നിവേശിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം, തിരുവചനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സത്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ശക്തിയാണ് കടന്നു വരിക. അപ്പം അതിലൊരിക്കലും തെറ്റുപറ്റില്ല. അതൊരിക്കലും സത്യമല്ലാതാവുകയില്ല. കാരണം വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണ്. വിശുദ്ധ ലിഖിതങ്ങളെ ഗ്രന്ഥങ്ങൾ ദൃഢമായി വിശ്വസ്തതാപൂർവം തെറ്റുകൂടാതെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ആ സത്യം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തെയാണ്, സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിന് കീഴിൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവമാണ്. അതായത് വിശുദ്ധ ലിഖിതങ്ങളുടെ കർത്താവ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം. ഇനി അതിൻ്റെ ചിന്തകൾ ഇങ്ങനെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളോട് പറയട്ടെ. ബൈബിൾ അതിൻ്റെ അന്തിമ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതല്ല. നമ്മളെപ്പോഴും ചിലരൊക്കെ അങ്ങനെ വിശ്വസിച്ചേക്കാം, സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയതാണോ ഈ ഗ്രന്ഥം? ഒരിക്കലുമല്ല. ഒരിക്കലും വീണ് കിട്ടിയ ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ. ദൈവം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും മാനുഷിക എഴുത്തുകാർ യാന്ത്രികമായി പകർത്തിയെടുക്കുകയും ചെയ്തതല്ല. കണ്ടോ, പറയുന്നത് ഇതാണ്. യാന്ത്രികമായിട്ട് ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തതല്ല, യാന്ത്രികമായി പകർത്തിയെടുത്തതല്ല. പിന്നെയോ ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു. അവർ തങ്ങളുടെ മാനുഷിക കഴിവുകളും ബൗദ്ധിക ശക്തികളും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവുകൾ, ദൈവം കൊടുത്ത കഴിവുകൾ അവർ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അവർ അവയുടെ യഥാർത്ഥ നിർമ്മാതാക്കളായി. എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴിയും പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ആവശ്യപ്പെട്ടവ മാത്രം അവർ എഴുതി. അപ്പോൾ അതാണ് സത്യം. ദൈവം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം, അത് സത്യവും. അപ്പം വിശുദ്ധ ലിഖിതം സത്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാവുന്ന, ദൈവത്താൽ നിവേശിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും നിറയും. മാത്രമല്ല, പരിശുദ്ധാത്മാവിലൂടെ ഞാനും നിങ്ങളും നയിക്കപ്പെടും. അത് ആരെന്നില്ല.
പരമാർത്ഥ ഹൃദയത്തോടെ ബൈബിൾ വായിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ തെറ്റുപറ്റാതെ ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ.